ഡൽഹിയിൽ നിന്നിപ്പോൾ ഒരു വാർത്ത വരുന്നു. അവിടെ കനത്ത മഴ പെയ്യുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഞായറാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഉത്തർപ്രദേശിലും ശക്തമായ മഴയുണ്ടെന്നാണ് അറിയുന്നത്. അവിടെ നല്ല വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ വെള്ളക്കെട്ടുണ്ടോ എന്നറിയാൻ വിനീത വി ജി കൂടി നമുക്ക് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഡൽഹിയിലെ മഴ ഇപ്പോഴുണ്ടോ? ഇപ്പോൾ ഡൽഹിയുടെ ഏതെങ്കിലും ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടോ? എസ്.കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജന്തർ മന്ദർ മേഖലയിലാണ്. ഇവിടെയൊക്കെ അല്പസമയം മുൻപ് വരെ കനത്ത മഴ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്കൊരു അല്പം ശമനമുണ്ട്. പക്ഷേ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും മഴ ശക്തമായി തുടരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിൽ ഇന്ന് മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞായറാഴ്ച വരെ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഉത്തർപ്രദേശിൽ രാവിലെ മുതൽ തന്നെ പല മേഖലകളിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കാൺപൂർ പോലുള്ള മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നദികളുടെയൊക്കെ തന്നെ ജലനിരപ്പ് അത് അപകടനിലയ്ക്ക് മുകളിൽ ഉയർന്നിട്ടുണ്ട്. നദീതീരങ്ങൾക്ക് സമീപം താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഹിമാചൽ പ്രദേശിലും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലും മഴ മുന്നറിയിപ്പുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഇരു സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും പിന്നീടുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഒക്കെ ഉണ്ടായ മേഖലകളാണ്. ഈ ഹിമാചലിലൊക്കെ ഈ സൈന്യത്തിന്റെയും മറ്റും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞായറാഴ്ച വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. എസ്.കെ.